ഇന്നൊരു ചീരത്തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ പച്ച ചീരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ച ചീരയോ ചുമന്ന ചീരയോ നിങ്ങൾക്ക് വേണമെന്നത് എടുക്കാം. പച്ച ചീരയാണ് എടുത്തേക്കുന്നത്. പച്ച ചീര ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞതും അതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇടണം. ഇതിനാവശ്യമായിട്ടുള്ളത് ചെറിയ തേങ്ങയും ജീരകവും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി വയ്ക്കുക ചൂടാക്കാനായിട്ട്. ആ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി കരിയരുത്, ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ മാത്രം ആയാൽ മതി. വെളുത്തുള്ളി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചീരയും ഉള്ളിയും ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്നത് പോലെ ചീര ഒന്ന് ഇളക്കി കൊടുക്കാം. ചീര ഒന്ന് വാടുന്നതിന് വേണ്ടി നമുക്ക് ചീര ഒന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ചീര അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ചീരയിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട്. അപ്പം ഈ ചീരയിലുള്ള വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചീര മഞ്ഞ കളറായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. ചീര തോരനിന് ചുമന്ന കളറിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ചീര മഞ്ഞ കളറിൽ ഇരിക്കുന്നതാണ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചീരയുടെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല. നല്ലപോലെ വറ്റുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റാം. ഇനി അടച്ച് വയ്ക്കണ്ട, നമുക്കിങ്ങനെ തുറന്ന് വെച്ച് തന്നെ വഴറ്റി കൊടുക്കാം. കുറച്ചും കൂടെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊരു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചീരത്തോരനാണ്. നമ്മുടെ മുരിങ്ങയിലയുടെ ഇല വെച്ച് ചെയ്യാം. ചീര തന്നെ വേണമെന്നില്ല. മുരിങ്ങയിലയുടെ ഇല വെച്ചാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ അതിലൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊടിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചീരയുടെ വെള്ളമെല്ലാം അത്യാവശ്യം വറ്റി ചീരയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾ നോക്കണം, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരന്. ഇതിലൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റായിരിക്കും. മുട്ട ഇട്ട് കൊടുക്കുമ്പം ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം ചളിച്ചു പോകും. അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും.
ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ചീരത്തോരൻ കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നോക്കിയതിന് ശേഷം ഏകദേശം ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.